ഹലോ, ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കിയാലോ. ബ്രെഡ് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ സ്നാക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലും ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇനി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ ഗിവ് അവേയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് മുട്ടയും ബ്രെഡും ആണ് കേട്ടോ. അപ്പോൾ മുട്ടയും ബ്രെഡൊക്കെ പിന്നെ എല്ലാവരുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന 2 ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഇതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ മല്ലിയില അല്ലെങ്കിൽ ഇടാതിരിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാം. പിന്നെ കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ കറി മസാല 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. മുട്ട അടിച്ചത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഇത് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ അടുത്തതായിട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ബ്രെഡ് എടുത്തിട്ട് ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന അരികുവശം കളയണ്ട, ഇതൊന്ന് പൊടിച്ച് വെച്ചാൽ മതി, ലാസ്റ്റ് നമുക്ക് ആവശ്യം വരും. 2 ബ്രെഡ് ഒരുമിച്ച് വെച്ച് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. ഇതുപോലെ പെയറായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ പെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ബ്രെഡ് 2 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡൊക്കെ ഇപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പെയറായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട മിക്സിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് പൊടിച്ചതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബ്രെഡിൻ്റെ അരികുവശം ഒന്ന് പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ല സെറ്റായിട്ട് കിട്ടും. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല പോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം ഇതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ല തിളച്ച എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. കാരണം ബ്രെഡൊന്നും അധികം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ പുറമെ മാത്രം നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ടൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഫ്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. വെറും 3 മിനിറ്റ് മതി സ്നാക്ക് ഉണ്ടാക്കാൻ. അതുപോലെ അധികം ചേരുവകളൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ഗിവ് അവേൻ്റെ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ. നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് നമ്മുടെ എല്ലാ വീഡിയോസിലും കമൻ്റ് ഇട്ട ആളെ കമൻറ്റ് പിക്കർ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യും. ആ ആൾക്കാണ് കേട്ടോ ഓവൻ സമ്മാനമായിട്ട് നൽകുക. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസിലും ഒരു കുഞ്ഞു ചോദ്യം ഉണ്ടാകും. ആ ചോദ്യത്തിന് ആൻസറായിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. മുട്ടയും ബ്രെഡും ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്ക് നിങ്ങൾക്ക് ഏതാണ്? അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.